ഹലോ, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിലായാലും പേഴ്സണൽ അറിയുന്നവരായാലും അല്ലെങ്കിൽ കമൻറ്റിലൂടെ ആയാലും എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്നുള്ള റീസണൊക്കെ. ഇടയ്ക്ക് ഞാൻ 1-2 വീഡിയോ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ തമ്പ്നെയിലിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് കാര്യം പിടികിട്ടി കാണും. അത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷനും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 മാസം ഗർഭിണിയാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോസ്റ്റ് ഡെലിവറി കെയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് സെൻറ്ററുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഒരു സെൻറ്റർ ഞാൻ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അതുപോലെ ഒരു സെൻറ്റർ ഉള്ള കാര്യം ഞാൻ അറിയുന്നത് കേട്ടോ. അപ്പം ക്യൂൻബി എന്ന പോസ്റ്റ് ഡെലിവറി കെയർ സെൻറ്ററാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇൻഷാ അല്ലാ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു സെൻറ്റർ ഞാൻ കാണാൻ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്, പക്ഷെ ഒരുപാട് പേർക്ക് ഇത് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. മലപ്പുറം മഞ്ചേരി റൂട്ടിൽ ഇരുമ്പുഴിക്ക് അടുത്ത് പുളിയേങ്ങൽ എന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്യൂൻബി എന്നാണ് പേര്. പ്രസവ ശുശ്രൂഷ പരിചരണ കേന്ദ്രം. ബോർഡൊക്കെ അവിടെ സൈഡിൽ തന്നെ ഉണ്ടാവും. ഇതുപോലെയുള്ള സെൻറ്ററുകളിലൊക്കെ പോകുന്നവർക്ക് ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. അപ്പോൾ അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ആളില്ലാത്തവരൊക്കെയാണ് ഇതുപോലെ നിൽക്കാറ്. അങ്ങനെയൊക്കെ ഓരോ തെറ്റായ ധാരണ. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. നമുക്കൊന്നുകൂടെ കംഫർട്ടും നല്ല ചികിത്സാ രീതിയും ഒക്കെ കിട്ടുന്ന സെൻറ്ററുകളാണ് ഇത്. അപ്പോൾ അതുപോലെ ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഈ ഒരു ക്യൂൻബി പോസ്റ്റ് ഡെലിവറി കെയർ. എനിക്ക് അത്രയും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ് ഡെലിവറി കെയറിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന അവരുടെ ഫാമിലി നമുക്കതിൻ്റെ റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അവിടെ ടോട്ടലി 8 ഫ്ലാറ്റാണുള്ളത്. ആ ഫ്ലാറ്റിലേക്ക് മുകളിലെ നിലയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീയെ ഏൽപ്പിക്കാറുണ്ട്. അവർക്ക് കൊടുക്കുന്ന ക്യാഷിന് മതി ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊടുക്കാൻ. കാരണം ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ. അതുപോലെ അത് മാത്രമല്ല, നല്ല ആയുർവേദ ഡോക്ടർമാരുടെ കീഴിലാണ് എല്ലാം അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും കാര്യങ്ങളും. അതുപോലെ തന്നെ തെറാപ്പിസ്റ്റുകളുണ്ട്. തെറാപ്പിസ്റ്റുകളുടെ നിയന്ത്രണത്തിലാണ് ഉഴിച്ചിൽ. ഞാനിപ്പോൾ അവിടെ വന്ന സമയത്ത് എല്ലാ ഫ്ലാറ്റും, ഈ 8 ഫ്ലാറ്റും കംപ്ലീറ്റ് ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫ്ലാറ്റിലെ ആളുകൾ നമുക്ക് ചെയ്തു തരാം, നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നു തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലാറ്റാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ക്യൂൻബിയുടെ ഓണേഴ്സിനെ നമുക്ക് പറഞ്ഞിരുന്നത് കാണാം. ക്യൂൻബിയുടെ പേരിൽ നമ്മുടെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പോസ്റ്റ് ഡെലിവറി കെയർ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. പ്രസവാനന്തരം അമ്മനെയും കുഞ്ഞിനെയും ഇവിടെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് ആയുർവേദിക് രീതിയിലാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്പെഷ്യൽ ആയുർവേദിക് ഡോക്ടറുണ്ട്, ആയുർവേദിക് തെറാപ്പിസ്റ്റുകളുണ്ട്. 30 days 40 days പാക്കേജുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ AC ആയിട്ടും നോൺ AC ആയിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 8 ഫ്ലാറ്റുകളാണുള്ളത്. 8 ഫ്ലാറ്റും 2 BHK ആണ്. 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ എന്നിവ അടങ്ങിയതാണ് ഓരോ ഫ്ലാറ്റും. പിന്നെ നമ്മൾ ബെഡ്റൂമിൽ തെറാപ്പി ചെയ്ത് കിടത്തുന്നില്ല. ഏറ്റവും ടോപ്പിലായിട്ടാണ് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുള്ളത്. 4 പേർക്ക് ഒരേ സമയം കിടക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 6 നേരത്തെ ഭക്ഷണം ഡെലിവറി കഴിഞ്ഞ ആൾക്കുണ്ട്. പിന്നെ ബൈസ്റ്റാൻഡർക്കുള്ള ഭക്ഷണം ഈ പാക്കേജിൽ തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ പരമ്പരാഗത രീതിയിലുള്ള അരിഷ്ടം, കഷായം, മുക്കിടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഈ പാക്കേജിൽ തന്നെ ഉണ്ടാകുന്നതാണ്. നമുക്ക് അവിടെയുള്ള ഒരു റൂം നോക്കാം. ഇതിൽ ആളുണ്ട് കേട്ടോ. അവരുടെ സമ്മതപ്രകാരമാണ് നമ്മൾ അവരുടെ റൂമിൽ കയറി നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു ഹോളാണ് കാണുന്നത്. ആ ഹോളിൽ തന്നെയാണ് ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ, ഒരു 4 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു ഫ്രിഡ്ജും ഒരു ഡൈനിങ് ടേബിളും ഉണ്ട്. ഇവിടെയുള്ള ഉമ്മാനോട് നമുക്ക് ഈ ക്യൂൻബിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ? നല്ല അഭിപ്രായം, എല്ലാം നല്ല അഭിപ്രായം. ഭക്ഷണം കൊണ്ടുവരുന്ന കുട്ടികള്, ഞങ്ങൾ നോക്കാൻ വരുന്ന ആൾക്കടുത്ത്, ഇവിടുത്തെ ഓണർമാരടുത്ത്
എല്ലാം സുഖമായിട്ട് പ്രാണത്തിന് കൊണ്ട് സങ്കടമാണ്. ആണോ? അത്രക്കും ഉഷാറാണ്. എല്ലാം ഉഷാറാണ്, ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഭക്ഷണങ്ങളും നല്ലതുണ്ട്, പിന്നെ അവളെ പുളിയും അതെല്ലാം ഉഷാറാണ്. എല്ലാം റൂമൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല നീറ്റ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സർവീസുമാണ് ഇവരുടേത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 റൂം, ഒരു കിച്ചണ്, ഒരു ഹാള്, ആ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കുള്ള ബെഡ്റൂമാണ്. ഇത് നോൺ AC ഉണ്ട്, AC ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബൈസ്റ്റാൻഡർക്കൊക്കെ കിടക്കാനൊക്കെ പറ്റിയിട്ടുള്ള ചെറിയൊരു കട്ടിലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കട്ടിലിൻ്റെ അപ്പുറത്തായിട്ട് ചെറിയൊരു കട്ടിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഒരു ഷെൽഫും ഉണ്ട്, ഓരോ റൂമിലും ഷെൽഫും ഉണ്ട് കേട്ടോ. ഇത് ആ റൂമിലെ ബാത്റൂം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത റൂം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് സെക്കൻഡ് റൂം കേട്ടോ. അപ്പോൾ 2 പേർക്ക് എന്തായാലും ബൈസ്റ്റാൻഡറിനും ഒക്കെ കിടക്കാൻ നല്ല വിശാലമായിട്ടുള്ള ഏരിയ തന്നെയുണ്ട്. ഇവിടെയും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഷെൽഫും അതുപോലെ തന്നെ ബാത്റൂമും ഉണ്ട്. നമ്മളൊന്നും അറിയണ്ട, എല്ലാം ഫുഡെല്ലാം ബൈസ്റ്റാൻഡർക്കുള്ള ഫുഡും അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് 6 നേരത്തിനുള്ള ഫുഡും എല്ലാം അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കാണാം. അപ്പോൾ കിച്ചൺ ഇതാ ഇതുപോലെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ്. അപ്പോൾ അവർ നമുക്ക് ഒരു സ്റ്റൗവ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റൗവ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ പിന്നെ കാര്യമായിട്ട് അവർ ഫുഡൊക്കെ തന്നാൽ പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചായ കുടിക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റൗവൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഷെൽഫുകളും ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഷെൽഫുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഷെൽഫുകളും ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒരു സ്ത്രീയെ ഏൽപ്പിക്കാറുണ്ട്. അവർക്ക് കൊടുക്കുന്ന ക്യാഷും ഫുഡൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എന്തുകൊണ്ടും എനിക്ക് ലാഭമായിട്ട് തോന്നുന്നത് ഇതുപോലത്തെ സംഭവം തന്നെ. എന്താ വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ നല്ല പരിചരണം കിട്ടും, ഡോക്ടർമാരുടെ കീഴിലൊക്കെ നല്ല പരിചരണം തന്നെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മലപ്പുറം മഞ്ചേരി ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പോസ്റ്റ് ഡെലിവറി കെയറിന് വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്പറാണ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്, അതിൽ ബുക്ക് ചെയ്താൽ മതി. ഇനി ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഉമ്മയുടെയൊക്കെ അവർ പോകുന്ന ദിവസം, അവർ പോവാനായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പോകുന്ന ദിവസം 40 കഴിഞ്ഞ് പോകുന്ന ദിവസം അവരൊരു ബേബി ഷവർ പ്രോഗ്രാമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എക്സ്ട്രാ പേയ്മെൻറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇപ്പം നമ്പർ ഞാൻ നേരത്തെ തന്നല്ലോ, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവർ തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലൊരു സ്ഥാപനം ഉള്ളത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഞാൻ അറിയുന്നവരോട് തന്നെ പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയാത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ അറിയുന്ന കാര്യം പറയാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്